സർ, ഞായർ തിങ്കൾ ദിവസങ്ങളിൽ CPM സംസ്ഥാന സമിതി ചേരുക. അതിനു മുമ്പായിട്ട് ഈ പറയുന്ന സർക്കാരിൻ്റെ മുഖം മിനുക്കാനായിട്ട് പാർട്ടിയുടേതായ ഒരു കർമ്മരേഖ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാർ അധികാരമേറ്റപ്പോൾ തന്നെ അത്തരം ചില പദ്ധതികൾ ഉണ്ടായിരുന്നു എന്ന് കേൾക്കപ്പെടുന്നു. അത് വല്ലതും പ്രാവർത്തികമാക്കാത്തതുകൊണ്ടാണോ അതോ ഇപ്പോൾ മുഖം മിനുക്കാനാണോ? എന്താണ് CPM ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് പാർട്ടി അത് വളരെ ഗൗരവമായിട്ട് കണ്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം എവിടെയും തുടർ ഭരണങ്ങളെന്ന് പറയുന്നത് ജീർണതയിലേക്കും അഴിമതിയിലേക്കും കൂപ്പുത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായൊരു കാര്യമാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കർമ്മ പദ്ധതി യഥാർത്ഥത്തിൽ പാർട്ടി സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ത്രിപുരയും ബംഗാളും തുടർ ഭരണത്തിലൂടെയാണ് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ ഇല്ലാതാക്കിയത്. കേരളത്തിലും ആദ്യമായിട്ട് തുടർ ഭരണം കിട്ടിയ സമയത്ത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ സർക്കാരിന് മുന്നിലേക്ക് പാർട്ടി വെച്ച കർമ്മ പദ്ധതി ഒന്നും തന്നെ നടപ്പിലാക്കപ്പെട്ടില്ല. അത് നടപ്പിലാക്കപ്പെടാതെ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം പാർട്ടി സംവിധാനത്തിൻ്റെ പോരായ്മയും പരാജയവുമാണ്. മുൻപ് പാർട്ടി സംവിധാനം പ്രവർത്തിക്കുന്ന സമയത്ത് വളരെ ശക്തനായിട്ടുള്ളൊരു പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ പാർട്ടിയുടെ ശക്തമായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ഒക്കെ അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള അതിൻ്റെ ഒരു സാഹചര്യം, അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അതായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ അദ്ദേഹത്തിലേക്ക് വരുമ്പോഴേക്ക് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് സർക്കാരിലേക്ക് മാറി മുഖ്യമന്ത്രി ആയപ്പോഴും പാർട്ടി സെക്രട്ടറിയുടെ ഒരു റോൾ, അതിൻ്റെ ഒരു ഭാഗം അദ്ദേഹം കയ്യിൽ വെച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പാർട്ടിയുടെ അധികാരം അയാൾ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അങ്ങനെ വന്ന സമയത്ത് പാർട്ടിയും സർക്കാരും എന്ന് പറയുന്നത് രണ്ടല്ല ഒന്ന് എന്ന നിലക്ക് മുന്നോട്ട് പോകാനായിട്ട് അതിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അത് നല്ലതാണ് ചില ഘട്ടങ്ങളിൽ. കാരണം എന്ന് വെച്ചാൽ പാർട്ടിയും അതുപോലെ തന്നെ സർക്കാരും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ അത് സർക്കാരിൻ്റെ പ്രവർത്തനത്തെ വേണമെങ്കിൽ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പിണറായി വിജയനായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും വാങ്ങുമ്പോൾ പക്ഷേ ഭരണം കൃത്യമായിട്ട് പോകുന്നുണ്ട്. പിണറായി വിജയൻ്റെ ചില നിലപാടുകൾ VS മുഖ്യമന്ത്രി എന്ന നിലയിൽ അംഗീകരിക്കായിരിക്കും. പക്ഷേ പാർട്ടിയുടെ നിലപാടാണെന്ന് പറഞ്ഞിട്ട് സർക്കാരിനെ കൊണ്ട് അത് അംഗീകരിപ്പിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളൊരു കൊടുക്കൽ വാങ്ങൽ രീതി പോയപ്പോഴായിരുന്നില്ലേ കുറച്ചുകൂടെ നന്നായി ഭരണം നടന്നത്? അല്ല, അതാണ് ശരി, അങ്ങനെയാണ് പോകേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെ പോകാതെ വന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഒരു അധികാര കേന്ദ്രം എന്ന നിലയ്ക്ക് പിണറായി പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചിരുന്ന അതേപോലെ തന്നെ ഗവൺമെൻറ്റിലും അദ്ദേഹം പ്രവർത്തിക്കുകയും പാർട്ടിയും ഗവൺമെൻറ്റിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ VS ആയിരുന്ന സമയത്ത് VS മുഖ്യമന്ത്രി ആകുമ്പോൾ VSനെ പോലെ തന്നെ വളരെ ശക്തനായിട്ടുള്ള ഒരു സെക്രട്ടറി ആയിട്ടാണ് ആര് പ്രവർത്തിച്ചിരുന്നത്, പിണറായി പ്രവർത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്ക് ഒരു അധികാര കേന്ദ്രം ഉണ്ടായിരുന്നു, സർക്കാരിനൊരു അധികാര കേന്ദ്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷത്തിൽ ഏർപ്പെടുകയും അത് ഗുണകരമായിട്ടുള്ള രീതിയിൽ ആണ് അത് ശരിക്കും പറഞ്ഞാൽ പരിവർത്തനപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റുകളൊക്കെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ശക്തി പുറത്തുണ്ട്. അതുപോലെ പുറത്തുള്ള ശക്തി ഗവൺമെൻറ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് ഗവൺമെൻറ് വിരുദ്ധമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ തള്ളാനായിട്ടുള്ള ശക്തി ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് അധികാര കേന്ദ്രങ്ങളും വളരെ ശക്തമായിട്ട് നിന്നതുകൊണ്ട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല സംഭവിച്ചത്. ഇപ്പോൾ എന്ന് വെച്ചാൽ പാർട്ടി ഈ സർക്കാരിനെ കീഴടങ്ങുന്ന ഒരു സ്ഥിതി വരികയും അതിന് വിധേയമാവുകയും ചെയ്തു. അങ്ങനെ വിധേയമായ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ തെറ്റായിട്ടുള്ള നടപടികളെ ചോദ്യം ചെയ്യാൻ പുറത്തൊരു സംവിധാനമില്ലാതായി. എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത് തകർന്നുപോയി. അങ്ങനെ വന്നപ്പോഴാണ് സർക്കാർ പോയിട്ട് കുഴിയിൽ ചാടാൻ തുടങ്ങി. ആ കുഴിയിൽ ചാട്ടമാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന ദുരന്താവസ്ഥ എന്ന് പറയുന്നത്. എല്ലാവരും ഈ ഗവൺമെൻറ്റിനെതിരാണ് എന്ന് പറയുന്ന തോന്നലുണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുകയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി തുടങ്ങിയ മേഖലകളിലൊക്കെ ചർച്ച നടക്കുന്ന സമയത്ത് അതിശക്തമായിട്ട് നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു എന്നുള്ളതാണ്. ഗവൺമെൻറ്റിനെ പോലും കൈവിടാനായിട്ട് പാർട്ടി സഹാക്കൾ തയ്യാറായ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് ഇപ്പോൾ പുതിയ തരത്തിൽ ഗവൺമെൻറ്റിനെ ഒരു മാർഗ്ഗരേഖ കൊടുക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിമർശനങ്ങളുടെ ശക്തിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള വേഗവും കണ്ടിട്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ പെട്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം അതിൻ്റെ പേസ് മാറ്റാൻ തീരുമാനിച്ചിരിക്കും. ഈ ആരും വിമർശനത്തിന് അതീതരല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഈ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പാർട്ടി സെക്രട്ടറിക്കോ അല്ലെങ്കിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കോ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ പറയാൻ കഴിയാത്തത്? മറ്റൊന്ന്, ഇങ്ങനെ പറയാത്തത് കൊണ്ട് പാർട്ടി ജീർണാവസ്ഥയിലേക്ക് പോവുകയാണെന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുമല്ലോ. അപ്പോൾ തനിക്ക് ശേഷം പ്രളയം എന്നാണോ ചിന്താഗതി? അല്ല, അങ്ങനെയാണല്ലോ അത് വിമർശിക്കപ്പെടുന്നത്.
മനസ്സിലായി. ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പ്രഖ്യാപിച്ച ലൂയി 14 അവസ്ഥ തന്നെയാണ് ശരിക്കും പിണറായിക്കുള്ളത്. ഞാനാണ് പാർട്ടി, ഞാനാണ് സർക്കാർ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതിൻ്റെ പോരായ്മകളൊന്നും കാണാനും തിരുത്താനും പറ്റിയൊരു സംവിധാനം ഉണ്ടായില്ല. അതാണ് യഥാർത്ഥത്തിൽ അതിന് പറ്റിയ വലിയ പരാജയം എന്നുള്ളതാണ്. ആ പരാജയം ഈ പാർട്ടി ഘടകങ്ങളിലും പൊതുസമൂഹത്തിലും അതിശക്തമായിട്ടുള്ള രീതിയിൽ വിചാരണയ്ക്ക് വിധേയമായപ്പോഴാണ് ഒരു വീണ്ടും വിചാരം ഉണ്ടാവുകയും പെട്ടെന്ന് അത് കറക്റ്റ് ചെയ്യുന്നൊരു പ്രോസസ്സിലേക്ക് വരികയും ചെയ്തു. എങ്കിലും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, ഈ ഭരണത്തിനോട് ജനങ്ങൾക്കുണ്ടായ വിപ്രതിവിത്തിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ എഴുന്നള്ളത്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സഞ്ചാര രീതികൾ, അദ്ദേഹം വലിയ അകമ്പടികളോടും എന്താണ് വലിയ ആർഭാടത്തോടെ 30 വാഹനങ്ങളുടെ അതെ, അദ്ദേഹത്തിൻ്റെ ഈ സഞ്ചാരം അത് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല, ജനങ്ങൾക്ക് പൊതുവെ ഇഷ്ടമല്ല. കാരണം വെച്ചാൽ ഇതൊരു ജനകീയ സർക്കാരാണ്, ജനങ്ങളുടെ സർക്കാരാണ്. ജനങ്ങളുടെ സർക്കാർ ഇങ്ങനെ എഴുന്നള്ളിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമില്ല. പോയ നയനാരും അതിക്ക് പോയ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. അവരൊന്നും ഇത്തരത്തിൽ ആർഭാടത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ അധികാര പ്രമത്തതയുടെയോ മേഖലകളിൽ സഞ്ചരിച്ചിരുന്നവരല്ല എന്നുള്ളതാണ്. അത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് സമൂഹത്തിന് മുന്നിൽ. സമൂഹം കൃത്യമായിട്ട് അതിനെ വിചാരണയ്ക്ക് വിധേയമാക്കുകയും പിണറായിയാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് പാർട്ടി ഘടകങ്ങളിലൊക്കെ തന്നെ സർക്കാരിൻ്റെ പരാജയത്തിനും അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ CPIൻ്റെ പരാജയത്തിനും പ്രധാന ഉത്തരവാദി പിണറായി വിജയനാണ് എന്ന് വലിയ തോതിൽ ആളുകൾ പറയാൻ തുടങ്ങി. ഈ പാർട്ടിയുടെ മുഖം മിനുക്കാനുള്ള ഒരു പരിപാടി എന്ന്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുഖം മിനുക്കാനുള്ള പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കതിരയിൽ കൊണ്ട് വളം വെക്കുക എന്നതിന് തുല്യമായ ഒരു പരിപാടിയല്ലേ? ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? അല്ല, ഏത് സർക്കാരായി കഴിഞ്ഞാലും തെറ്റിക്കഴിഞ്ഞാൽ തിരുത്തണം. തിരുത്തിയാൽ മാത്രമാണ് ശരിയായ രീതിയിൽ സർക്കാരിനും അതുപോലെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം സർക്കാരിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ക്ഷേമത്തിനും അഭ്യുദയത്തിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തെറ്റുപറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരുത്തണം. അതുകൊണ്ടാണ് ഇപ്പോൾ 100 ദിന പരിപാടികൾ എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തുകയും അതിനനുസരിച്ച് വളരെ ഫാസ്റ്റായിട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊന്ന്, ക്ഷേമ പെൻഷൻ വീഴ്ച വരുത്തിയത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങളോട് അത് ഏറ്റുപറഞ്ഞ് ഉടനെ തന്നെ അതെല്ലാം കൊടുത്തു തീർക്കും, അതിൻ്റെ കുടിശ്ശിക തീർക്കും എന്ന് പറയാൻ. കതിരിൽ വളം വെക്കുന്നത് പോലെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ പോകുന്നതെങ്കിലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കെടുതികൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ അതൊക്കെ അവസാനിപ്പിക്കാനായിട്ടുള്ള നടപടികളാണ് എങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. ആ ആശ്വാസത്തിൻ്റെ ഒരു നിശ്വാസം ശരിക്കും പറഞ്ഞാൽ ആർക്ക് കിട്ടും? ഈ സർക്കാരിനും അതേപോലെ തന്നെ പാർട്ടിക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരാൻ പോകുന്നതായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. ആ അജണ്ട അവരുദ്ദേശിക്കുന്നത് ജനങ്ങളെ നന്നാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി പറ്റിയ വീഴ്ചകൾ തിരുത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് ഈ കാര്യത്തിൽ ഒരു ആത്മാർത്ഥത ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പകരം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? സ്വീകരിക്കേണ്ടി വരും. കാരണം അത് നല്ലതായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള, അതുകൊണ്ട് സ്വീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിണറായി വിജയൻ്റെ മന്ത്രിസഭ വീണ്ടും രണ്ടാമത് അധികാരമേറ്റപ്പോൾ സംസ്ഥാന കമ്മിറ്റി തന്നെ ഒരു മാർഗ്ഗരേഖ തയ്യാറാക്കി കൊടുത്തു. പക്ഷേ പിണറായിക്ക് കഴിഞ്ഞാൽ രണ്ടാമൻ എന്ന് പറയാൻ പറ്റുന്ന മന്ത്രിമാരെല്ലാം തന്നെ താരതമ്യേന ജൂനിയർ ആയിരുന്നു, എക്സ്പീരിയൻസ് ഇല്ലാതായിരുന്നു. അപ്പോൾ ഈ മാർഗ്ഗരേഖ ഒന്നും വേണ്ട, അത് മടക്കി കൂട്ടി എവിടെയെങ്കിലും വെച്ചാൽ മതി എന്നും പിണറായി അങ്ങ് തീരുമാനിച്ചുകൊണ്ടല്ലേ ഈ വീഴ്ചയിലേക്ക് പാർട്ടി ചെന്നെത്തിയത്? അതുകൊണ്ടാണല്ലോ പിണറായിയുടെ വീഴ്ചയായിട്ട് ഇത് വിലയിരുത്തപ്പെട്ടത്. ആത്യന്തികമായി വിമർശനങ്ങളെല്ലാം വളരെ ശക്തമായിട്ട് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഭരണകൂടത്തിൻ്റെ വീഴ്ച എന്ന് പറയുന്നത് പിണറായിയുടെ വീഴ്ച. അതായത് പിണറായിയുടെ അംഗീകാരമായിട്ട് കണക്കാക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. പിണറായി ക്യാപ്റ്റനായിട്ട് മാറ്റം ചെയ്യപ്പെട്ടതും അതേപോലെ തന്നെ അതിനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് അയാളുടെ വീഴ്ചയും. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ എതിരാളികൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഐശ്വര്യമായിട്ട് വരും പിണറായി വിജയനെ വ്യാഖ്യാനിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു. കാരണം പിണറായി ഉണ്ടെങ്കിൽ കോൺഗ്രസിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം ശക്തമായിട്ടുള്ള വിമർശനത്തിന് വിധേയമായിരിക്കുന്ന പിണറായി ഒന്ന് തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതെത്ര മാത്രം വിജയകരമായി തീരും എന്നുള്ളത് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് പണമാണ് ആവശ്യം. നമ്മളുടെ ധനമന്ത്രി എന്ന് പറയുന്നത് അങ്ങനെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രാപ്തനായിട്ടുള്ള ധനമന്ത്രിയായിട്ട് ആരും കണക്കാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരൊക്കെയാണ് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹരിലാലിനെ പോലുള്ള വിദഗ്ധരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധർ അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബത്തിലുണ്ട്. അവരുടെയൊക്കെ ഒരു നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അത് എത്രത്തോളം പാർട്ടിക്ക് ഗുണകരമായി തീരും എന്നുള്ളത് സംഭവങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക്
വിലയിരുത്താനായിട്ട് കഴിയുകയുള്ളൂ. എന്തായാലും ഈ സമീപനങ്ങൾ ജനങ്ങളുടെ ശബ്ദമാണ്, ജനങ്ങളെ കേൾക്കാനായിട്ട് തയ്യാറായതാണ്. തോമസ് ഐസക്കിനെ പോലെയുള്ളവരുടെ പ്രമുഖരായ നേതാക്കൾ പറഞ്ഞത് പാർട്ടിക്ക് ജനങ്ങളെ കേൾക്കാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തിരുത്തലിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കണക്കാക്കാം. ട്രേഡ് യൂണിയൻ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം ഈ ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പറഞ്ഞത് നിങ്ങളിൽ എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ച് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു അല്ലെങ്കിൽ LDFന് വോട്ട് ചെയ്തു എന്ന് പറയാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത്. അല്ലെങ്കിൽ എത്ര പേർക്ക് പറയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ CPIയും തിരിച്ചറിയുന്നു, CPIയും തിരിച്ചറിയുന്നു, LDFനല്ല വോട്ട് ചെയ്തതെന്ന്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഇവർക്ക് തെറ്റുകളൊക്കെ തിരുത്തി വരുമ്പോഴത്തേക്ക് പാർട്ടി ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഒരുപാട് സമയമുള്ളതിൻ്റെ പേരിൽ കുറച്ചൊക്കെ അവർക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. പക്ഷേ അവർക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. എന്താണ്? പാർട്ടി സംവിധാനം ഇടതിൻ്റെ എന്നുവെച്ചാൽ CPIയുടെ ആയാലും CPMൻ്റെ ആയിക്കഴിഞ്ഞാലും വളരെ ദുർബലമാകുകയും ശുഷ്കിക്കുകയും അതേപോലെ തന്നെ ഏതാണ്ട് നാശോന്മുഖമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. ആ സംഘടനാ സംവിധാനത്തെ തിരിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഈ ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലൂടെ എന്തായിരിക്കും ഉരുത്തിരിഞ്ഞ് വരിക, ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാനെങ്കിൽ? അല്ല, ഇത് തിരുത്തി മുന്നോട്ട് പോകാനും തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനും ആവശ്യമായിട്ടുള്ള തന്ത്രങ്ങൾ, സമീപനങ്ങൾ, പ്രവർത്തനങ്ങൾ അതൊക്കെ നടപ്പിലാക്കണമെന്ന് അവർ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറഞ്ഞ് പിരിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എത്രത്തോളം നടപ്പിലാക്കപ്പെടും എന്നുള്ളത് സംഭവങ്ങൾക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ ആരോപണത്തിൻ്റെ കുന്തമുന്ന എന്ന് ഇറങ്ങുന്ന പിണറായിലാണ്. പിണറായി എന്തെങ്കിലും ഒരു മറുപടി ഇതിലൂടെ പറയുമോ? അല്ലെങ്കിൽ അടുത്ത ദിവസം പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ പിണറായി ഇതിന് മറുപടി നൽകി എന്ന് പറഞ്ഞ് ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ പറ്റും? ഒരിക്കലും അങ്ങനെ ഒരു മറുപടി അദ്ദേഹം പറയാൻ സാധ്യതയില്ല. പക്ഷേ അദ്ദേഹം ഇവരൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് കുറച്ച് നീങ്ങിയേക്കാം. അതിൽ കൂടുതലൊരു പ്രതീക്ഷയും വെച്ച് പുലർത്തേണ്ടതില്ല. അപ്പോൾ എന്തായാലും ഈ മുഖം മിനുക്കുന്ന രേഖകളൊക്കെ വരട്ടെ, അതിനുശേഷം നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. ശരി.